ഒരു പ്രദേശത്തെ മുഴുവനും വെള്ളത്തിനടിയിലാക്കുന്ന പ്രതിഭാസമാണ് വെള്ളപ്പൊക്കം. തുടർച്ചയായി പെയ്തുറങ്ങുന്ന ശക്തമായ മഴ മൂലം കായലുകളും നദികളും കരകവിഞ്ഞൊഴുകി അത്യാഹിതങ്ങൾ സംഭവിക്കുന്നു. ചുഴലിക്കാറ്റും സുനാമി പോലുള്ള പ്രകൃതിക്ഷോഭങ്ങളും വെള്ളപ്പൊക്കത്തിന് കാരണമാകുന്നുണ്ട്. പർവ്വതങ്ങളിലെ മണ്ണുരുകി നദികൾ നിറയുന്നത് വഴിയും ജലസംഭരണികൾ തുറന്നു വിടുന്നതിലൂടെയും ഇത് സംഭവിക്കാം. കേരളത്തിൽ ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങളിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടം വരുത്തുന്ന ഒന്നാണ് വെള്ളപ്പൊക്കം. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ശതമാനം പ്രദേശങ്ങളിൽ കാലവർഷ സമയത്ത് വെള്ളപ്പൊക്കം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് കണക്കാക്കപ്പെടുന്നു. 2012 പ്രളയം ഈ പബ്ലിക് വഴി ഈ മുനിസിപ്പൽ 9-ാം വാർഡ് ഈ വഴിയിൽ ഈ ഹൗസ് ബോട്ട് എല്ലാം കരക്കേറി കിടക്കുകയായിരുന്നു. വെള്ളത്തിന്റെ പ്രളയത്തിന്റെ കൂടുതലോട്ട് പറയുന്നതാ. ഞങ്ങളൊക്കെ ജീവനം കൊണ്ട് ഓടുകയായിരുന്നു. ഇവിടെയൊക്കെ നീന്തി വന്ന് മോട്ടോർ ബോട്ടൊക്കെ രക്ഷപ്പെട്ടത്. ഇത് ഇത്രയും വെള്ളത്തിൽ നീന്തി വന്നത്. ഇത്രയും വെള്ളത്തിൽ ഞാൻ എൻ്റെ ഭാര്യ കൂടെ നീന്തി ഇതാ വീട് ഇവിടെ നീന്തി ഇവിടെ വന്ന് മോട്ടോർ ബോട്ട് വന്നിട്ട് കയറി ബോട്ടിൽ സർക്കാർ ബോട്ടിൽ കയറി രക്ഷപ്പെട്ടതാണ്. അങ്ങനെ ഇവിടെ ഉള്ളവരെല്ലാവരും ഈ രീതിയിൽ 22 ദിവസം കഴിഞ്ഞുകൂടിയവരാ. ഇവിടെയാ മൊത്തം വീടല്ലേ. പിന്നെ ഇവിടെ മൊത്തം ഇവിടെ അവിടുത്തെ ഒരു ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ ചെറിയ. ബാക്കി ഇവിടെ മൊത്തം വീട് അവിടെ നിന്ന് അങ്ങോട്ടല്ല എല്ലാം വീടാ. പ്രളയ സമയത്തൊക്കെ ഞങ്ങൾ പോയതാ. അതിന്റെ മേളിൽ കൂടെ വെള്ളം. ഇവിടെ അതുപോലെ തന്നെ പ്രളയം. ഈ വലിയ ഹൗസ് ബോട്ട് ഈ വഴി കയറി കിടക്കണമെന്ന് ചെറിയ വെള്ളം വല്ലതും മതിയോ? കാരണം എൻ്റെ വാതിക്ക് 3 ബോട്ടുണ്ടായിരുന്നു, വലിയ ബോട്ട്. അതാ ഞാൻ പറയാൻ കാര്യം. ഈ ബോട്ടെല്ലാം കരക്കായിരുന്നു. പക്ഷെ ബോട്ടിലിരിക്കുമ്പോൾ കയറാൻ പറ്റത്തില്ല. ആദ്യം മേളിൽ പോയി ബോട്ട്. വെള്ളം പോയി ബോട്ടങ്ങ് മേളിൽ പോയി. നമ്മൾ താഴെയായി. നമുക്ക് എങ്ങനെ കയറാൻ പറ്റും ബോട്ട്? അല്ലെ ബോട്ടേ കയറിയാൽ മതി രക്ഷപ്പെടാം. അങ്ങനെ പോയിട്ട് അങ്ങനെ എത്ര ഗ്യാമ്പിലായിട്ട് കിടന്നെന്ന് അറിയാവോ? എല്ലാം നശിച്ച് നാരായണക്കല്ലിട്ട് തിരിച്ചു വന്നപ്പോൾ വീടുമില്ല, കൂടുമില്ല, ഒന്നുമില്ല. അതിൻ്റെതായ നഷ്ടപരിഹാരം ആനുകൂല്യം കിട്ടിയില്ല. പിന്നെ നമ്മളൊക്കെ സഹിക്കാന്നല്ല, അതൊക്കെ നമ്മൾ അനുഭവിക്കാനുള്ളതല്ലേ. ഇനി അങ്ങനെ പ്രളയം ഉണ്ടാകല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി നമ്മൾ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതിന് മുമ്പ് ചെയ്യേണ്ട നടപടിക്രമങ്ങൾ എന്താ നോക്കിയാലോ. വെള്ളപ്പൊക്കം ഉണ്ടായാൽ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് പോകേണ്ട വഴികൾ കുടുംബാംഗങ്ങളെ എല്ലാവരും മനസ്സിലാക്കി വയ്ക്കുക. മണൽഭിത്തികൾ വെള്ളപ്പൊക്കത്തിൽ തകരാൻ സാധ്യതയുള്ളതിനാൽ വെള്ളപ്പൊക്ക ഭീഷണിയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ സിമെൻറ്റും ഇഷ്ടികയും കൊണ്ടുള്ള ഉറപ്പേറിയ ഭിത്തികൾ കൊണ്ട് നിർമ്മിക്കുക. അടുപ്പുകൾ, വാട്ടർ ഹീറ്റർ, വൈദ്യുതി പാനലുകൾ, കക്കൂസ് ടാങ്ക് എന്നിവ ഉയർത്തി സ്ഥാപിക്കുക. അത്യാവശ്യ ഘട്ടത്തിൽ ഉപയോഗിക്കാൻ എമർജൻസി കിറ്റ് കരുതുക. അതിൽ നമ്മൾ എന്തൊക്കെയാണ് ഇടേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ റേഡിയോ, ടോർച്ച്, ബാറ്ററികൾ, ശുദ്ധജലം, ഭക്ഷണ സാധനങ്ങൾ, അതായത് ബിസ്ക്കറ്റ്, റൊട്ടി, പിന്നെ പഞ്ചസാര, ഉപ്പ്, മണ്ണെണ്ണ, മെഴുകുതിരി, തീപ്പെട്ടി, വില കൂടിയ സാധനങ്ങൾ, വിലയേറിയ രേഖകൾ, വീട്ടിൻ്റെ പത്രം, അങ്ങനെ വില കൂടിയ രേഖകളൊക്കെ സൂക്ഷിക്കണം. പിന്നെ വസ്ത്രങ്ങൾ എന്നിവ ഇവയൊക്കെ സൂക്ഷിക്കാൻ വേണ്ടി ഒരു പ്ലാസ്റ്റിക് ബാഗും നമ്മൾ സൂക്ഷിക്കണം. കൂടാതെ പാൻ പാക്കുകളിൽ നിന്ന് രക്ഷപ്പെടാനായി മുളവടി, പ്രഥമ ശുശ്രൂഷ ഉപകരണങ്ങൾ, മരുന്നുകൾ എന്നിവ എമർജൻസി കിറ്റിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടതാണ്. ഇനി നമുക്ക് വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സാഹചര്യം നമുക്ക് മനസ്സിലായാലോ. റേഡിയോ, TV എന്നിവയിൽ വരുന്ന മുന്നറിയിപ്പ് ശ്രദ്ധിക്കുക. പരിഭ്രാന്തരാകാതിരിക്കുക. ആവശ്യമായ ഭക്ഷണം, വെള്ളം, വസ്ത്രം എന്നിവ തയ്യാറാക്കി വയ്ക്കുക. കൃഷി ആയുധങ്ങൾ, വളർത്തുമൃഗങ്ങൾ എന്നിവയെ ഉയർന്ന സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റുക. വെള്ളപ്പൊക്കം ഉണ്ടായാൽ വീട്ടിൽ നിന്ന് മാറ്റേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് തീരുമാനിക്കുക. ഇനി നമ്മൾ വെള്ളപ്പൊക്ക സമയത്ത് എന്താ ചെയ്യേണ്ടത് നോക്കാം. വെള്ളപ്പൊക്ക സമയത്ത് തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കുക. ഭക്ഷണ സാധനങ്ങൾ മൂടി വയ്ക്കുക. അമിത ഭക്ഷണം ഒഴിവാക്കുക. കട്ടൻ ചായ, കഞ്ഞിവെള്ളം, കരിക്കും വെള്ളം എന്നിവ ഉപയോഗിക്കുക. വയറിളക്കം ഉണ്ടായാൽ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ORS ലൈൻ ലഭ്യമാക്കുക. ബ്ലീച്ചിങ് പൗഡർ അല്ലെങ്കിൽ ചുണ്ണാമ്പ് ഉപയോഗിച്ച് പരിസരം വൃത്തിയാക്കുക. അധികാരിയെയും സന്നദ്ധ പ്രവർത്തകരെയും രക്ഷാപ്രവർത്തനങ്ങളിൽ സഹായിക്കുക. ഇനി നമ്മൾ സുരക്ഷിതമായ സ്ഥലങ്ങൾക്ക് മാറ്റേണ്ടി വന്നാൽ എന്ത് ചെയ്യണം നോക്കിയാലോ. ചൂട് നിൽക്കുന്ന വസ്ത്രങ്ങൾ, അത്യാവശ്യ മരുന്നുകൾ, വിലപിടിപ്പുള്ള വസ്തുക്കൾ, വിലയേറിയ രേഖകൾ എന്നിവ പ്ലാസ്റ്റിക് കവറിൽ സൂക്ഷിക്കുക. എമർജൻസി ബാഗിനോടൊപ്പം ഇത് എടുക്കുകയും ചെയ്യണം കേട്ടോ, അത് മറക്കരുത്. നിങ്ങൾ പോകുന്ന സുരക്ഷിത സ്ഥലത്തെപ്പറ്റി പ്രാദേശിക സന്നദ്ധ പ്രവർത്തകരെ അറിയിക്കുക. വിലപിടിപ്പുള്ള ഉപകരണങ്ങളും വസ്ത്രങ്ങളും, കട്ടിൽ, മേശ എന്നിവ മുകളിൽ വയ്ക്കുക. കാരണം വെള്ളം വന്നു കഴിഞ്ഞാൽ അതിൽ വന്ന് കേടുവരും. വെള്ളം മരത്തിലൊക്കെ തട്ടിക്കഴിഞ്ഞാൽ കേടുവരും. അതുകൊണ്ട് വെള്ളം തട്ടാത്ത മാതിരി ഫസ്റ്റ് ഫ്ലോറിലോ സെക്കൻഡ് ഫ്ലോറിലോ നിങ്ങൾക്ക് വീടിന് പറ്റിയ സ്ഥലത്ത് നിങ്ങൾ വയ്ക്കണം, വെള്ളം കയറാത്ത സ്ഥലത്ത്. വീടുമായുള്ള ബന്ധം നിങ്ങളിനി ഒഴിവാക്കുക. മനസ്സിലാക്കും. ഇനി വെള്ളം പോകുന്നവരെ വീടുമായുള്ള ബന്ധങ്ങൾ ഒഴിവാക്കുക പരമാവധി. വൈദ്യുതി ഉപകരണങ്ങൾ ഏറ്റവും കൂടുതൽ ഉയരത്തിൽ വയ്ക്കുക. കക്കൂസ്, കുളിമുറി ഓടകൾ എന്നിവയിൽ മണൽ നിറച്ച ചാക്ക് വയ്ക്കുക. ഇല്ലെങ്കിൽ പുറമേ നിന്നുള്ള അഴുക്ക് അകത്തേക്ക് കടക്കാൻ സാധ്യതയുണ്ട്. എത്രയും വേഗം വാതിൽ പൂട്ടി അടുത്തുള്ള സുരക്ഷാ സ്ഥാപനങ്ങളിലേക്ക് നീങ്ങുക. വെള്ളപ്പൊക്കം, വെള്ളക്കെട്ടുകൾ ഉള്ള സ്ഥലങ്ങളിലേക്ക് ഇറങ്ങാതിരിക്കുക.
6 ഇഞ്ചെങ്കിലും ഘനത്തിൽ ഒഴുകുന്ന വെള്ളം നിങ്ങളെ വീഴ്ത്താൻ സാധിക്കും. ആയതിനാൽ വെള്ളത്തിലൂടെ നടക്കേണ്ട സാഹചര്യം വന്നാൽ ഒരു വടിയോ നിങ്ങളുടെ കയ്യിൽ വയ്ക്കണം. വടിയിൽ നിന്ന് എത്ര ആഴുണ്ട് നോക്കിയിട്ട് വേണം നിങ്ങൾ പോകാൻ. മുമ്പിൽ തറയുടെ ഉറപ്പ് നോക്കാനായി ഒരു വടിയും കരുതുക. വെള്ളപ്പൊക്ക പ്രദേശത്ത് വാഹനം ഓടിക്കരുത്. നിങ്ങളുടെ വാഹനത്തിന് ചുറ്റും വെള്ളം ഉയർന്നാൽ വെള്ളത്തിലൂടെ നടക്കേണ്ടി വന്നാൽ ഒഴുക്കില്ലാത്ത ഭാഗം തിരഞ്ഞെടുക്കുക. മുകളിൽ തറയുടെ ഉറപ്പ് നോക്കുന്നതിനായി ഒരു വടി കരുതുക. വെള്ളപ്പൊക്ക പ്രദേശത്ത് വാഹനം ഓടിക്കുന്നത് കഴിയുന്നത് ഒഴിവാക്കുക. നിങ്ങളുടെ വാഹനത്തിന് ചുറ്റും വെള്ളം ഉയർന്നാൽ വാഹനം ഉപയോഗിച്ച് അടുത്തുള്ള ഉയർന്ന പ്രദേശങ്ങളിലേക്ക് അഭയം തേടുക. ഒഴുക്കുള്ള വെള്ളത്തിലാണ് വാഹനമെങ്കിൽ അതിനുള്ളിൽ ഇരിക്കുക. വാഹനത്തിനുള്ളിലേക്ക് വെള്ളം കയറുകയാണെങ്കിൽ വാഹനത്തിൻ്റെ മുകളിൽ അഭയം തേടുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വെള്ളപ്പൊക്കത്തിൽ വന്നാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ, മുൻകരുതലും കാര്യങ്ങളൊക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വല്ലതും തെറ്റുകളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.